വയനാട് ജില്ലാ കളക്ടർ DR മേഘശ്രീയെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. എല്ലാവരുടെ മനസ്സിലും DR മേഘശ്രീ ഉണ്ട്. കാരണം വയനാട് ദുരന്തം നടന്ന ദിവസം മുതൽ അവർക്ക് വീട് വെച്ച് നൽകുന്നതുവരെയുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്ന DR മേഘശ്രീ ജില്ലാ കളക്ടർ. ദുരന്തബാധിതർക്ക് ഒരു സഹോദരിയെ പോലെ, ദുരന്തബാധിതരായ കുട്ടികൾക്ക് ഒരു ചേച്ചിയെപ്പോലെ, അമ്മയെപ്പോലെ ഒക്കെ അവരോടൊപ്പം തന്നെ ഉണ്ടായിരുന്ന DR മേഘശ്രീ. ഏറ്റവും ഒടുവിൽ DR മേഘശ്രീയുടെ ഒരു ദൃശ്യം കണ്ടത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന മേഘശ്രീയായിരുന്നു. വീടിൻ്റെ രേഖകൾ കൈമാറുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ പങ്കെടുക്കുന്ന ചടങ്ങ് റവന്യൂ മന്ത്രി K രാജനും വേദിയിലുണ്ട്. ആ വേദിയിൽ വെച്ച് ഒരു കുട്ടി മേഘശ്രീയുടെ അടുത്തേക്ക് ചെല്ലുകയും മേഘശ്രീയോട് സംസാരിക്കുകയും ചെയ്യുന്നത് നാം കണ്ടതാണ്. അപ്പോൾ DR മേഘശ്രീ കരയുന്നു. ദുരന്തബാധിതയായി എല്ലാവരും നഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിക്ക് താങ്ങായി തണലായി നിന്ന DR മേഘശ്രീ. അങ്ങനെ എത്രയോ ഉദാഹരണങ്ങൾ എടുത്തു പറയാനുണ്ടാകും. ഓരോ ദുരന്തബാധിതർക്കും മേഘശ്രീയെ മറക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള മേഘശ്രീയെ എന്തിന് UDF വേട്ടയാടുന്നു, ഈ സർക്കാർ വേട്ടയാടുന്നു? ഏറ്റവും ഒടുവിൽ കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്തിരിക്കുകയാണ്. ദുരന്ത നിവാരണ വകുപ്പ് സെക്രട്ടറി MG രാജമാണിക്കം ജൂൺ 2-നാണ് കത്ത് അയച്ചിരിക്കുന്നത്. ആ കത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: ദുരന്തം നടന്ന് ഇത്രയും കാലം കഴിഞ്ഞിട്ടും പരിശോധനയോ സൂക്ഷ്മ പരിശോധനയോ നടത്താത്ത ഒരു പട്ടിക മന്ത്രിസഭയ്ക്ക് മുന്നിൽ സമർപ്പിച്ചത് ഗുരുതരമായ ഭരണപരമായ വീഴ്ചയെയും ജാഗ്രതക്കുറവിനെയുമാണ് കാണിക്കുന്നത് എന്നാണ് കത്തിൽ MG രാജമാണിക്കം ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് വിശദീകരണം നൽകണമെന്ന് ആവശ്യപ്പെട്ട് നേരത്തെ കത്ത് നൽകി. വിശദീകരണം നൽകി കളക്ടർ DR മേഘശ്രീ. ആ വിശദീകരണം സ്വീകാര്യമല്ല എന്നാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥ തലത്തിൽ എടുത്തിരിക്കുന്ന തീരുമാനം. മന്ത്രിസഭയിലെ മുന്നിലേക്ക് ഇക്കാര്യം പോകുമോ ഇല്ലയോ എന്നത് അറിയില്ല. ചീഫ് സെക്രട്ടറി തലത്തിലാണ് ഇപ്പോൾ ഈ പരിശോധനകളൊക്കെ നടക്കുന്നത്. സംഭവം മറ്റൊന്നുമല്ല, ദുരന്തബാധിതരുടെ വായ്പാ ബാധ്യത ഏറ്റെടുക്കുന്നത് സംബന്ധിച്ചുള്ള പട്ടിക തയ്യാറാക്കുന്നതിൽ വന്ന വീഴ്ചയാണ്. അതിന് DR മേഘശ്രീ ജില്ലാ കളക്ടർ നൽകുന്ന വിശദീകരണം വർഷാന്ത്യ കണക്കെടുപ്പും അതോടൊപ്പം തന്നെ ട്രഷറി നിയന്ത്രണവും ഇതൊക്കെ കൊണ്ടാണ് കൃത്യമായും തുക വിതരണം ചെയ്യാൻ കഴിയാതെ ഇരുന്നത്. ആകെ അനുവദിച്ച തുക 6 കോടിയാണ്. ഇതിൽ 3.19 കോടി രൂപ ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള കാലയളവിലേക്കുള്ളതായിരുന്നു. എന്നാൽ സാമ്പത്തിക വർഷം അവസാനിക്കുന്നതിന് മുമ്പ് ഈ തുക കളക്ടറുടെ അക്കൗണ്ടിലേക്ക് മാറ്റാൻ കഴിയാതെ വന്നതോടെയാണ് പണം ലാപ്സായത്. മേഘശ്രീയുടെ വിശദീകരണമാണ്. ഇക്കാര്യം ഏപ്രിൽ 17-ന് ദുരന്ത നിവാരണ സെക്രട്ടറിയുടെ ചുമതല വഹിച്ചിരുന്ന K ബിജു എഴുതിയ കത്തിലും സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതാണ് വസ്തുത. മേഘശ്രീക്ക് ബോധപൂർവം പറ്റിയ തെറ്റല്ല എന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥ തലത്തിൽ ആദ്യ നിഗമനം. പക്ഷേ ഇപ്പോൾ LDF മാറി UDF അധികാരത്തിൽ വന്നതിന് ശേഷം MG രാജമാണിക്കം ദുരന്ത നിവാരണ വകുപ്പ് സെക്രട്ടറിയാണ് വീണ്ടും ഈ പ്രശ്നം കുത്തിപ്പൊക്കുകയും നടപടിയെടുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ചെയ്യുന്നത്. എന്തുകൊണ്ടായിരിക്കും? ഒരു സംശയം വേണ്ട. DR മേഘശ്രീ പദ്ധതി നടത്തിപ്പിൽ നിർണായക ഇടപെടൽ നടത്തിയ, നേരായ ദിശയിൽ ശരിയായ രീതിയിൽ പദ്ധതി നടത്തിപ്പ് മുന്നോട്ട് കൊണ്ടുപോയ ആളാണ്. DR മേഘശ്രീ അവിടെ ഇരുന്നാൽ UDFന്, ഇപ്പോഴത്തെ സർക്കാരിന്, അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ മന്ത്രിമാർക്ക് അവിടെ ഇടപെടുന്നതിൽ ഒരു പരിമിതിയുണ്ട്. അതുകൊണ്ട് DR മേഘശ്രീയെ അവിടെ നിന്ന് മാറ്റണം. പകരം അവർക്ക് വേണ്ടപ്പെട്ട ആളെ ജില്ലാ കളക്ടറായി നിയമിക്കണം. അതിന് കളമൊരുക്കണം. DR മേഘശ്രീയെ പെട്ടെന്ന് മാറ്റിയാൽ സ്വാഭാവികമായും ദുരന്ത ബാധിതരിൽ നിന്ന് വിമർശനം ഉയർന്നു വരും, പ്രതിഷേധം ഉയർന്നു വരും. കാരണം അവരുടെ കാണപ്പെട്ട ദൈവത്തെ പോലെ കൊണ്ടു നടന്ന ആളാണ് DR മേഘശ്രീ. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും പ്രതിഷേധം ഉയരും. അത് മറികടക്കണം. അതിനുവേണ്ടിയുള്ള ഒരു അന്തരീക്ഷം ഒരുക്കണം. മാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തി DR മേഘശ്രീക്കെതിരെ നിരന്തരം വാർത്തകൾ വന്നുകൊണ്ടേയിരിക്കണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ DR മേഘശ്രീയെ മാറ്റാം. പകരം അവർക്ക് അനുയോജ്യനായ ഒരാളെ, UDFന്, കോൺഗ്രസിന് അനുയോജ്യനായ ഒരാളെ ജില്ലാ കളക്ടറായി കൊണ്ടിരുത്താം. അങ്ങനെ അവരുടെ ഇടപാടുകൾ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ എന്നാണ് നോക്കുന്നത്. ചെറിയ പണമല്ല ചിലവഴിക്കുന്നത്. ആ പണത്തിൽ സ്വാഭാവികമായും കോൺഗ്രസ് നേതാക്കൾക്ക് ഒരു കണ്ണുണ്ടാകും. ആ കണ്ണ് പക്ഷേ DR മേഘശ്രീ അവിടെ ഇരുന്നാൽ നടക്കില്ല. ആ കണ്ണ് കുത്തി പൊട്ടിക്കും. അതുകൊണ്ട് തന്നെയാണ് DR മേഘശ്രീയെ മാറ്റാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ചെറുത്ത് തോൽപ്പിക്കേണ്ടതാണ് കോൺഗ്രസിൻ്റെ, UDF സർക്കാരിൻ്റെ ഈ നീക്കത്തെ എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ദുരന്തബാധിതർ തന്നെ രംഗത്തിറങ്ങാൻ സാധ്യതയുണ്ട് എന്നാണ് വയനാട്ടിൽ നിന്നും വരുന്ന വാർത്തകൾ.